ഇത് വ്യത്യസ്തമായ ഒരു യാത്രയാണ്. ഈ യാത്ര 66 ദിവസമാണ്. 6700, ആദ്യം 6200 ഇപ്പൊ 6700-ലെത്തും. ഏതാണ്ട് 110 ജില്ലകൾ, 100 പിന്നെ പാർലമെന്റ് മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ 337 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 66 ദിവസം കൊണ്ട് എന്തായാലും 6700 കിലോമീറ്റർ നടന്നു പോകാൻ കഴിയില്ല എന്ന് നമുക്കും എല്ലാം അറിയാം. കാരണം 4080 തന്നെ ഞങ്ങളന്ന് 138 ദിവസത്തിന് മുകളിൽ നടന്നു കഴിഞ്ഞു. ചില അവധികൾ 7 ദിവസം കൂടുമ്പോൾ വസ്ത്രം ഒക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ യാത്ര ബസ്സാണ്. അത് പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യം എന്ന് പറയുന്നത് ഇന്ററാക്ഷൻസിന് വേണ്ടി പലയിടങ്ങളിൽ പ്രത്യേകമായ ടെന്റിലാണ് നടന്നിരുന്നത് ഓരോ സ്ഥലത്തും. അത് വലിയ ഒരു പ്രതീകാത്മകമാണ്. അതായത് മുഹമ്മദ് കി ദുഖാൻ എന്നാണ് അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ഭാരത് ജോഡോ ന്യായ യാത്ര, സാധാരണ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും വരെയുള്ള പോരാട്ടം. അതുപോലെ തന്നെ ഈ കടന്നു വരുന്നത് സ്നേഹത്തിന്റെ ഒരു കടയാണ്. ആ കടയ്ക്കകത്ത് രാഹുൽ ഗാന്ധി വരികയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെ നേരത്തെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവർക്ക് ടിക്കറ്റ് എന്ന നിലയിൽ, ടിക്കറ്റ് മീൻസ് ഒരു പാസ്സാണ്, ഫ്രീ ആയിട്ടുള്ള പാസ്സാണ്. അപ്പൊ ആ പാസ് കൊടുക്കും, ആ ആളുകൾ കയറിയിരിക്കും. അവരുമായിട്ട് ഈ യാത്രക്കിടയിൽ തന്നെ, കാരണം പലയിടങ്ങളിലും ആൾതാമസം ഇല്ലാത്ത പ്രദേശങ്ങൾ, അതുപോലെ തന്നെ വനമേഖലകൾ, ഒരുപാട് കടന്ന് പ്രകൃതിപരമായ ഒരുപാട് പ്രത്യേകതകളുള്ള പ്രദേശത്തോട് അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഇന്നലെ എന്റെ മനസ്സിനെ വല്ലാതെ തൊട്ടടുത്ത് നിന്ന്, അതായത് വണ്ടിക്കകത്തല്ല പക്ഷെ തൊട്ട് ചേർന്ന് നിന്ന് അത് കാണാൻ കഴിഞ്ഞു. ഇന്നലെ ആ മണിപ്പൂരിൽ നിരാലംബരായ, അനാഥത്വം പേറുന്ന, ദുരന്തത്തിന്റെ എന്താ പറയാ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ, കുഞ്ഞുങ്ങൾ, അവരുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷൻ തുടങ്ങുന്നത്. അതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. കാരണം നമുക്ക് സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, നമ്മളും ഒക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. അപ്പൊ ആ അച്ഛൻ നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ടു പോയ ആ കുട്ടികളുമായിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നതിന് നീക്കി വെച്ച സമയമൊക്കെ വല്ലാതെ നമ്മളെ അങ്ങ് സ്പർശിക്കും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടലോടുകൂടിയാണ് ഇവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങി വണ്ടി പിടിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചില ഏരിയയിലേക്ക് കുക്കി ഡ്രൈവർമാരുടെ വണ്ടി എത്തും, അതിലേ പോകാൻ കഴിയും. നേരത്തെ ആയിട്ട് വേറെ വഴിക്കേ പോകാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ജാതി നോക്കി ഡ്രൈവർമാരെ വിളിക്കേണ്ടി വരുന്ന നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് ഉത്കണ്ഠയാണ്. ഇവിടെ കൊലപാതകം 160 നടന്നു എന്നാണ് പിന്നെ മണിപ്പൂർ പറയുന്നത്. യഥാർത്ഥ ചിത്രം അതല്ല. ഞാൻ എവിടെയാണെന്ന് അഭിലാഷിന് അറിയാമല്ലോ. ഞാൻ ആരുടെ അടുത്തായിരിക്കും ഇരിക്കുന്നത് എനിക്കത് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ അതുപോലെയുള്ള ടോപ്പ് മോസ്റ്റ് ഒരാളുടെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഇത്രയും സുഖമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ആള് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെ വീഡിയോ ഒക്കെ കാണിച്ചു. ഞെട്ടി തരിച്ചു പോവാണ്. അവരഭയം കൊടുത്ത 10,000-4000 ആളുകൾ ജീവൻ എല്ലാം നഷ്ടപ്പെട്ട് ഓടിക്കയറി വരുന്ന വീഡിയോ, കത്തിയെരിയുന്ന കാര്യങ്ങൾ. 4000-ത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നും അത് ഒഫീഷ്യലായിട്ട് പറയാൻ കഴിയില്ല എന്ന് പറയാം. ഇപ്പൊ ഞാനത് പറയുമ്പോൾ എനിക്ക് ആധികാരികമായ ഒരു രേഖ അവർ തരാൻ പറയുമെന്ന് വെച്ചാൽ അവർക്ക് ഭയമാണ്. കാരണം ഗവൺമെന്റ് അത്രയും ഇൻസ്ട്രക്ഷനാണ്. അപ്പൊ അത്രയും വലിയൊരു ദുരന്ത ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അടുത്തും ആളുകൾ കൊല്ലപ്പെടുന്നു. ഇപ്പോഴും കടന്നു പോകുന്ന വഴികളിൽ നമ്മുടെ തന്നെ ആളുകൾ, മുന്നേ പോയിട്ടുള്ള ആളുകളെ വണ്ടി തടഞ്ഞു നിർത്തി സ്ത്രീകളടക്കമുള്ള ആളുകൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ കൂടെ വരുന്ന മുന്നേ പോകുന്ന വാഹനങ്ങളൊക്കെ അവരെയൊക്കെ പരിശോധിക്കുകയാണ്. ഡ്രൈവർ, ജാതി, മതം, എന്തൊരു ദുരന്തം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ അത് മനസ്സിലാക്കുന്നവരാണെന്നാണ്. അപ്പൊ അത്ര വംശവെറി ഈ രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാകും. ഒരു ഭരണകൂടം നിശബ്ദമായിട്ട് നിൽക്കല്ലേ? ഒരു നീതി നിഷേധമല്ലേ ഇവിടെ നടക്കുന്നത്? ഒരു സാമൂഹ്യ തിന്മയല്ലേ? അപ്പൊ അത് തൊട്ടറിയാൻ കഴിയുക, അതിന്റെ കൂടെ പോകാൻ കഴിയുക, അത് വലിയൊരു അനുഭവമാണ്. ഇത് വലിയ ചലനം ഉണ്ടാക്കുമെന്നാണ്. ഞാൻ തെരഞ്ഞെടുപ്പ്, എല്ലാവരും പറയും ഇത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, തർക്കമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ യാത്ര നടത്തുന്നതെങ്കിൽ, ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ലായിരുന്നു, മോഡിയുടെ തട്ടകം. ഞങ്ങൾ പോയില്ലല്ലോ. ഒരു ദിവസത്തേക്ക് ഒരു ക്യാമ്പയിന് വേണ്ടിയല്ലേ രാഹുൽ ഗാന്ധി പോയത്. അപ്പൊ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് അപ്പുറമുള്ള ഒരു തലമുണ്ട്. രാഷ്ട്രീയത്തിലെ ഒരു ശുദ്ധീകരണം, നമ്മുടെ സമൂഹത്തിലെ ജനപക്ഷ നിലപാട് അത് ഉയർത്തുക എന്ന വലിയ സ്ലോഗനാണ്. ഇത്തവണ നമ്മുടെ സ്നേഹത്തിന്റെ കടയുമായി വരുന്ന ആ രാഹുൽ ഗാന്ധിയുടെ വരവെന്ന് പറയുന്നത്, ഞങ്ങളെ പോലുള്ള ആളുകളെല്ലാം അതിന്റെ പങ്കാളിത്തം നൽകി വരുന്നു എന്ന് പറയുന്നത് വലിയൊരു ലക്ഷ്യമാണ്. അത് കേവലം ഒരു പ്രധാനമന്ത്രി കസേരയോ മന്ത്രിപദമോ ഒന്നുമല്ല, വലിയൊരു എന്താ പറയാ പൊതു മുന്നേറ്റം. ഈ രാജ്യം നിലനിൽക്കണ്ടേ? ഇവിടെ ജാതി മതവും പറഞ്ഞാൽ മതിയോ? ശരി, രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് ഈ ന്യായ യാത്രയെ കാണുന്നത്.